Hi Makale, good morning. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Let's start with the part 3 of the chapter Principles of Inheritance. ഏതാണ് ആ ടോപ്പിക്? നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ? നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആർ ദി inheritance pattern which does not follow Mendelian principles. മെൻഡലിൻ്റെ ലോസ് അല്ലേ? ഏതൊക്കെയാണ് ആ ലോസ്? ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഈ ലോസ് ഒന്നും മെൻഡലിയൻ പാറ്റേൺ ഫോളോ ചെയ്യാത്ത പാറ്റേൺസ് ഓഫ് ഇൻഹെറിറ്റൻസിനെ നമ്മൾ പറയുന്നതാണ് നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ്. അപ്പോൾ എന്താണ് പാറ്റേൺസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് മെൻഡൽ? നമുക്കറിയാം അല്ലേ? ലോ ഓഫ് ഡോമിനൻസ്. When a pair of contrasting characters are brought together in a hybrid, one character is expressed over the other. That character is known as dominant character and the suppressed character is known as recessive. അല്ലേ? എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ? When a pair of contrasting characters are brought together in a hybrid, one character is expressed character is dominant and the suppressed character is recessive. ഇതാണ് ലോ ഓഫ് ഡോമിനൻ്റ്. പിന്നെ എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ? Factors making a pair is segregated during gamete formation. ഒരു ക്യാരക്ടറീസ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഒരു പെയർ ഓഫ് ലെറ്റേഴ്സ് ആണ് അല്ലേ? അലീൽസ് എന്ന് പറയും അല്ലേ? ഈ ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ്. ടി എന്ന് പറയുന്നത് ടോൾ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അലീൽസ് ആണ് അല്ലേ? ദീസ് ആർ സെപ്പറേറ്റഡ് ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ. ഗ്യാമറ്റ് ഫോർമേഷൻ്റെ സമയത്ത് മ്യൂസിസ് നടക്കുമ്പോൾ ഈ ടി എന്ന് പറയുന്ന ആ പെയറായിട്ടിരിക്കുന്ന അലീൽസ് സെപ്പറേറ്റ് ചെയ്ത് ഒരു ഗ്യാമറ്റ് ആയിട്ട് മാറും അല്ലേ? ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ദ ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ. ദീസ് ടു laws are based on monohybrid ratio. Okay, well, what's meant by third law of independent assortment? This law is based on the dihybrid Mendelian ratio. എന്താണ് ആ ലോ എന്ന് പറഞ്ഞാൽ? Factors making a pair is segregated during gamete formation and that segregation is independently of each other. എന്താണ് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ പഠിച്ചു അല്ലേ? ഇതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഈ പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യാത്ത നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ്. ഓക്കെ, ദർ ആർ 5 നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. അത് നമുക്ക് പഠിക്കാനായിട്ട് 5 നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് ഉള്ളത്. ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഏതൊക്കെയാണത്? വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, സെക്കൻഡ് ഈസ് കോഡോമിനൻസ്, തേർഡ് ഈസ് multiple allelism, fourth is polygenic inheritance, fifth is pleiotropy. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇതിനൊരു വേറൊരു പേരും കൂടി ഉണ്ട്. വേറൊരു പേരിലും കൂടി ഇതറിയപ്പെടുന്നു, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഓർ ഇൻ്റർമീഡിയേറ്റ് ഇൻഹെറിറ്റൻസ്. അതും കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഇൻ്റർമീഡിയേറ്റ് ഇൻഹെറിറ്റൻസ് എന്താണ് അറിയപ്പെടുന്നത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഓർ ഇൻ്റർമീഡിയേറ്റ് ഇൻഹെറിറ്റൻസ്. അതിന് എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫ്ലവർ കളർ ഇൻ രണ്ടെണ്ണത്തിലുണ്ട്. ഏതൊക്കെയാണ്? സ്നാപ് ഡ്രാഗണിൻ്റെ ഫ്ലവർ കളറും ആൻഡ് ഓൾസോ മിരാബിലസ് ജലാപ്പ ഓർ 4 o'clock പ്ലാന്റ്. ഓക്കെ, ഈ പേര് ഇപ്പോൾ പഠിക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 4 o'clock പ്ലാന്റ്, ഇതാണ് എക്സാമ്പിൾ. എന്താണ് എക്സാമ്പിൾസ്? ഫ്ലവർ കളർ ഇൻ സ്നാപ് ഡ്രാഗൺ ആൻഡ് 4 o'clock പ്ലാന്റ്. 4 o'clock പ്ലാന്റിന് പറയുന്ന അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമാണ് മിരാബിലിസ് ജലാപ്പ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഈ രണ്ട് പ്ലാന്റിൻ്റെ ഫ്ലവർ കളറാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഓർ ഇൻ്റർമീഡിയറ്റ് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ. കോഡോമിനൻസ് എക്സാമ്പിൾ ഏതായിരിക്കും? കോഡോമിനൻസിന് എക്സാമ്പിളാണ് ABO ബ്ലഡ് ഗ്രൂപ്പ്. എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ABO ബ്ലഡ് ഗ്രൂപ്പ് ഈസ് എക്സാമ്പിൾ ഫോർ കോഡോമിനൻസ്. നെക്സ്റ്റ് ഈസ് മൾട്ടിപ്പിൾ allelism. ABO blood group is again example for multiple allelism is also ABO blood group. ഓക്കെ, നമ്മൾ അതിൻ്റെ നോട്ട് എഴുതുമ്പോൾ ഒന്ന് കുറച്ച് ചേഞ്ചസ് വരുത്തണം. എക്സാമ്പിൾ സെയിം തന്നെയാണ്. എന്താണ്? ABO ബ്ലഡ് ഗ്രൂപ്പ്. ഇനി പോളിജെനിക്
ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളാണ് സ്കിൻ കളർ ഇൻ മാൻ, സ്കിൻ കളർ ഇൻ മാൻ. ഓർ ഒന്നുകൂടി ഉണ്ട്, രണ്ടെണ്ണം, ഓറല്ല വേറൊരു എക്സാമ്പിൾ കൂടി ഉണ്ട്, ഹൈറ്റ് ഇൻ മാൻ. ഏതാണ്? സ്കിൻ കളർ ഇൻ മാൻ ആൻഡ് ഹൈറ്റ് ഇൻ മാൻ. ഹൈറ്റ് ഇൻ മാൻ, ഡിഫറെൻറ്റ് ഹൈറ്റിലുള്ള ആളുകളുണ്ട് അല്ലേ, ഡിഫറെൻറ്റ് സ്കിൻ കളറിലുള്ള ആൾക്കാരുണ്ട്. ഇത് രണ്ടും പോളിജനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് പ്ലയോട്രോപ്പിസത്തിന് എക്സാമ്പിളാണ് ഷുഗർ സിന്തസിസ് ഇൻ പീ പ്ലാന്റ്. പീ പ്ലാന്റിലെ ഷുഗർ സിന്തസിസ് മാത്രമല്ല, 3 എക്സാമ്പിൾ ഉണ്ട്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സിക്കിൾ സെൽ അനീമിയ, ദെൻ ഫിനൈൽ കീറ്റോനൂറിയ, PKU എന്ന് പറയുന്ന അസുഖം. ഇത് രണ്ടും എന്താണ്? ജനറ്റിക് ഡിസോർഡേഴ്സാണ്. ഈ രണ്ട് ജനറ്റിക് ഡിസോർഡേഴ്സും പ്ലയോട്രോപ്പിസത്തിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയാണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്? ദ ഇൻഹെറിറ്റൻസ് വിച്ച് ഡസ് നോട്ട് ഫോളോ ദി മെൻഡേലിയൻ ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ആസ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. എക്സാമ്പിൾ ഫോർ 5 നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആർ incomplete dominance or intermediate inheritance. Example, flower color in snapdragon or 4 o'clock plant or mirabilis, and 4 o'clock plant and mirabilis jalapa. Next, codominance. Example is only ABO blood group. Third is multiple allelism. Example is ABO blood group. Fourth is polygenic inheritance. Skin color in man and height in man. Fifth is pleiotropism or pleiotropy. Example, sugar synthesis in pea plant, sickle cell anemia and phenylketonuria. Okay, clear? Okay, let's start with the first one, incomplete dominance. First non-Mendelian inheritance ആണ് incomplete dominance, or അതിന് പറയുന്ന ഒരു സിനോണിമാണ് incomplete dominance or intermediate inheritance. Incomplete dominance or intermediate inheritance. ഓക്കെ, അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫ്ലവർ കളർ ഇൻ സ്നാപ്ഡ്രാഗണിൻ്റെ സിനോണിംസ് ആണ്, വേറെ പേരുകളിലും അറിയപ്പെടുന്നു. ഡോഗ് ഫ്ലവർ എന്ന് അറിയപ്പെടുന്നു. And also antirrhinum species. ഇതിന് പറയുന്ന വേറൊരു antirrhinum species ബൊട്ടാണിക്കൽ നെയിം. നെക്സ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിളാണ്. എക്സാമ്പിൾ 1 ഈസ് സ്നാപ്ഡ്രാഗൺ. എക്സാമ്പിൾ 2 ഈസ് ഫ്ലവർ കളർ ഇൻ ഏതിലെയാണ്? 4 o'clock പ്ലാന്റ്. എല്ലാവർക്കും അറിയാലേ, 4 മണിപ്പൂവിനെ എല്ലാവർക്കും അറിയാലോ. 4 o'clock പ്ലാന്റിൻ്റെ ബൊട്ടാണിക്കൽ നെയിമാണ് മിരാബിലിസ് ജലപ്പ. ഓക്കെ, ബൊട്ടാണിക്കൽ നെയിം എഴുതുമ്പോൾ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ 4 o'clock പ്ലാന്റിൻ്റെ ഫ്ലവർ കളറും സ്നാപ്ഡ്രാഗൻ്റെ ഫ്ലവർ കളറുമാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഓർ ഇൻ്റർമീഡിയറ്റ് ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഓർ ഇൻ്റർമീഡിയറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ഓഫ് സ്പ്രിങ് ഷോസ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ 2 parental characters. Okay, clear ആയല്ലോ? അപ്പോൾ when a pair of contrasting characters are brought together in a hybrid, only one character is expressed over the other എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓഫ് ഡോമിനൻസ് അല്ലേ. അത് ഫോളോ ചെയ്യാത്ത ഒരു ഇൻഹെറിറ്റൻസ് ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, when a pair of contrasting characters are brought together in a hybrid, the hybrid shows an intermediate character between the parents. Okay, characters പാരൻറ്റിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ആര് ഷോ ചെയ്യുക? നമ്മുടെ ഓഫ് സ്പ്രിങ്സ് അല്ലെങ്കിൽ പ്രോജനി ഷോ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഇൻഹെറിറ്റൻസിനെ പറയുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഓർ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡോമിനൻസ് ഓർ ഇൻ്റർമീഡിയറ്റ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നമ്മൾക്ക് പറയാം. അതായത് പാരൻ്റ് എഴുതാം P1, ഹോമോസൈഗസ് ആയിട്ടുള്ള റെഡ് കളർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ RR. ഓക്കെ, ആൻഡ് പാരൻ്റൽ 1 ആണ്. പിന്നെ ഹോമോസൈഗസ് ആയിട്ടുള്ള റിസസീവ് ആയിട്ടുള്ള വൈറ്റ് കളർ ഉള്ള ഫ്ലവർ ഉള്ള പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്തു. ഗ്യാമേറ്റ്സ് എന്താവും? അപ്പോൾ
ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, ദെൻ F1 എന്ത് കിട്ടും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലേ. അപ്പോൾ മെൻഡേലിയൻ ലോ പ്രകാരം വൺ ക്യാരക്ടർ ഈസ് എക്സ്പ്രസ്ഡ് ഓവർ ദി അതർ ആൻഡ് ദ എക്സ്പ്രസ് ക്യാരക്ടർ ഈസ് ഡോമിനൻറ്റ്. ആർ ഡോമിനൻ്റ് ആയിരിക്കണം, സ്മോൾ ആർ റിസസീവ് ആയിരിക്കണം, ആൻഡ് ദ F1 ഹൈബ്രിഡ് ഷുഡ് ബി റെഡ് ആയിരിക്കണം. പക്ഷേ ഹിയർ ദ F1 ഹൈബ്രിഡ് ഈസ് പിങ്ക്. അപ്പോൾ എന്താ മനസ്സിലാവുന്നത്? റെഡ് വൈറ്റ് എന്ന കളറിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കളറായിരിക്കും F1 ഹൈബ്രിഡ് ഷോ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, നോക്കൂ കേട്ടോ, കളറൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഏതായിരുന്നു കളർ? റെഡ് കളറിൽ അല്ലേ. റെഡ് കളറിൽ ഒരു ഫ്ലവറും ദെൻ വൈറ്റ് കളറിലുള്ള ഒരു ഫ്ലവറും. വൈറ്റ് കളറിലുള്ള ഒരു ഫ്ലവറും. വൈറ്റ് കാണുന്നില്ല അല്ലേ. അപ്പോൾ നമുക്കൊരു യെല്ലോ പോലെ എടുക്കാം. വൈറ്റ് ഷെയ്ഡ് നമുക്ക് വരയ്ക്കുമ്പോൾ കാണുന്നില്ലല്ലോ. അപ്പോൾ നമുക്കൊരു യെല്ലോ ഷെയ്ഡ് എടുത്താൽ കറക്റ്റ് ആവില്ല. ഓക്കെ, ഇത് വൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക കേട്ടോ. ഒരു ഫ്ലവറും തമ്മിൽ ക്ലോസ് ചെയ്തു. ഏതൊക്കെയാണ്? റെഡ് കളറ്, ഇത് വൈറ്റ് കളറ്, ഇതേതാണ്? വൈറ്റ് കളറ്. സ്മോൾ ആർ സ്മോൾ ആർ സ്മോൾ ആർ സ്മോൾ ആർ. ഇത് റെഡ് കളറ്. ഡൺ. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. Gamete is capital R. Here the gamete is small r. Then we get a hybrid, and the hybrid's character color is pink. പിങ്ക് ഫ്ലവർ ഉള്ളതാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ പിങ്ക് ഫ്ലവറാണ് നമുക്ക് F1 ഹൈബ്രിഡായിട്ട് കിട്ടിയത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞോളൂ, എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ? വെൻ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ബ്രോട്ട് ടുഗദർ ഇൻ എ ഹൈബ്രിഡ്, the hybrid offspring shows the intermediate character between the two parents. Okay, this is known as incomplete dominance or intermediate inheritance. എന്താണ് അപ്പോൾ? The inheritance in which the offspring shows intermediate character between two parental characteristics. അപ്പോൾ എന്താണ്? Inheritance which shows the inheritance in which the offspring shows the intermediate character between two parents. Okay, two parental characters അല്ലെങ്കിൽ two parents. Clear ആയല്ലോ? അപ്പോൾ എന്താണ് incomplete dominance or intermediate inheritance? Incomplete dominance or intermediate inheritance is an inheritance which shows in which the offspring shows the intermediate character between two parents. Okay, clear ആയല്ലോ? ഇതിനെയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഓർ ഇൻ്റർമീഡിയറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതാ? ഫ്ലവർ കളർ ഇൻ സ്നാപ്ഡ്രാഗൻ്റെ വേറെ പേരുകൾ ഏതൊക്കെയാണ്? ഡോഗ് ഫ്ലവർ ഓർ ആൻറ്റിറൈന സ്പീഷീസ് ആൻഡ് 4 o'clock പ്ലാൻ, അതിൻ്റെ പേരെന്താണ്? മിരാബിലിസ് ജലാപ്പ. ഓക്കെ, അപ്പോൾ നമുക്ക് പിങ്ക് ഫ്ലവറാണ് F1 ഹൈബ്രിഡായിട്ട് നമുക്ക് എന്താ കിട്ടിയത്? F1 ഹൈബ്രിഡായിട്ട് നമുക്ക് കിട്ടി. F1 ഹൈബ്രിഡ് ആരാണ്? പിങ്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അല്ലേ. പിങ്ക് എന്താണ് അതിൻ്റെ ജീനോടൈപ്പ്? ഓക്കെ, ഇനി F1 സെൽഫ് ചെയ്തു. ഓക്കെ, സെൽഫ് ചെയ്തു. ഇതിൻ്റെ റേഷ്യോ ഒന്ന് നോക്കണമല്ലോ നമുക്ക്. ഡൈഹൈബ്രിഡ് റേഷ്യോ നോക്കണം. ഡൈഹൈബ്രിഡ് അല്ല, നമുക്ക് F2ൻ്റെ റേഷ്യോ, F2 പ്രോജനീസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ റേഷ്യോ ഉണ്ടാക്കുക അല്ലേ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ റേഷ്യോ എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇവരാണ് പാരൻ്റ് 2. ഓക്കെ, ക്രോസ് ചെയ്തു. ഗ്യാമേറ്റ്സ് ഏതൊക്കെയാവും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലേ. ഇനി ക്രോസ് ചെയ്തോളൂ. ക്യാപിറ്റൽ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ ആരായിരിക്കും? ക്യാപിറ്റൽ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ ഈസ് റെഡ് അല്ലേ.
അത് കറക്റ്റാ. ഇനി അടുത്തത് ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ. ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ ആയിരിക്കും പിങ്ക്. നെക്സ്റ്റ് സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ ഇറ്റ് ഈസ് ഓൾസോ പിങ്ക്. ആൻഡ് സ്മോൾ ആർ ഇൻറ്റു സ്മോൾ ആർ ഈസ് ആരായിരിക്കും? സ്മോൾ ആർ ഇൻറ്റു സ്മോൾ ആർ ഈസ് ഏതാ കളറ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഏതാ കളറ്? വൈറ്റ് കളറ്. സോറി, ഇത് വൈറ്റ് ആണ് കേട്ടോ, വൈറ്റ് കളറ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 റെഡ് കിട്ടി, 2 പിങ്ക് കിട്ടി, 1 വൈറ്റ് കിട്ടി. അപ്പോൾ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഓർ ഇൻ്റർമീഡിയറ്റ് ഇൻഹെറിറ്റൻസ്? 1:2:1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. explain the laws which follows the ratio 1:2:1. ഒരു റേഷ്യോ ഏതാ? മെൻഡേലിയൻ മോണോഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ ഫോളോ ചെയ്യുന്നുണ്ട്, 1:2:1. Another is incomplete dominance or intermediate inheritance. That's all about the non-Mendelian inheritance. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡെഫിനേഷനായിട്ട് എഴുതാ? non-Mendelian inheritance is the inheritance ഫസ്റ്റ് നമ്മളൊരു ഡെഫിനേഷൻ എഴുതണം അല്ലേ? അതിനെങ്ങനെ എഴുതും? ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് it is the inheritance in which the offspring shows intermediate character between the two parental characteristics. Okay, that's all about the first non-Mendelian inheritance, incomplete dominance or intermediate inheritance. Okay, ക്ലിയർ ആയല്ലോ? ഇതിലൊരു ഡൗട്ടും വേണ്ട, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് സെക്കൻഡ് non-Mendelian ഇൻഹെറിറ്റൻസിലേക്ക് പോകാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു റേഷ്യോൻ്റെ പ്രത്യേകത എന്താ? ഫീനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ അല്ലേ? ഫീനോട്ടിപ്പിക് റേഷ്യോ നോക്കുക, ജീനോട്ടിപ്പിക് റേഷ്യോ റെഡ്, 2 പിങ്ക്, 1 വൈറ്റ്. ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ നോക്കുക, ക്യാപിറ്റൽ ആർ ഉള്ളത് ഒരെണ്ണം, പിന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉള്ളത് 2 എണ്ണം, അത് കറക്റ്റാണ്. പിന്നെ വൈറ്റ് സ്മോൾ ആർ അല്ലേ? അപ്പോൾ സെയിം ഫീനോട്ടിപ്പിക് റേഷ്യോ ഈക്വൽ ടു ജീനോട്ടിപ്പിക് റേഷ്യോ അല്ലേ? അതൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ജീനോട്ടിപ്പിക് റേഷ്യോ. ഓക്കെ, ജീനോട്ടിപ്പിക് റേഷ്യോ ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതിലെന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇതിൽ മനസ്സിലായത് ആർ എന്ന് പറയുന്ന ക്യാരക്ടർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ ആരെ? ആർ അല്ലേ? അപ്പോൾ വെൻ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഈസ് ബ്രോട്ട് ടുഗദർ ഇൻ എ ഹൈബ്രിഡ്, 1 ക്യാരക്ടർ ഈസ് എക്സ്പ്രസ്ഡ് ഓവർ ദി അതർ, അല്ലെങ്കിൽ ഡോമിനൻ്റ് ഓവർ ദി അതർ എന്നാണ് നമ്മൾ മെൻഡൽസിൻ്റെ ലോ ഓഫ് ഡോമിനൻസിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതന്നെ പറയാം, വെൻ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഈസ് ബ്രോട്ട് ടുഗദർ ഇൻ എ ഹൈബ്രിഡ് ഓർ ഓഫ്സ്പ്രിംഗ്, one parental character അല്ലെങ്കിൽ dominant parental character is not completely dominant over the അല്ലേ? one parental character is not completely dominant over the other parental character or small r. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി അല്ലേ? So it is known as incomplete dominance and the offsprings also show an intermediate character between the two parents. So it is also known as intermediate inheritance. എന്തുകൊണ്ടാണ് incomplete dominance എന്ന് പറഞ്ഞാൽ one parental character is not completely over the other parental character. So it is known as incomplete dominance, and the F1 hybrid shows intermediate character between the two parents. Hence it is also known as intermediate inheritance. That's all about the first non-Mendelian inheritance. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി നമുക്ക് സെക്കൻഡ്
നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിലേക്ക് പോകാം. ഏതാണ് സെക്കൻഡ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്? കോഡോമിനൻസ്. എക്സാമ്പിൾ ഏതാണ് നമ്മൾ പഠിച്ചത്? എക്സാമ്പിൾ ഈസ് ABO ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? ABO ബ്ലഡ് ഗ്രൂപ്പാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി ABO ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്, കുറച്ച് കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഓക്കെ, എന്തൊക്കെയാണതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്കറിയാം ഏതൊക്കെയാണ് 4 ബ്ലഡ് ഗ്രൂപ്പുകൾ? AB ആൻഡ് O അല്ലേ? എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ 4 ബ്ലഡ് ഗ്രൂപ്പുകൾ. ഏതാണ് ബ്ലഡ് ഗ്രൂപ്പുകൾ? AB ആൻഡ് O. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. AB ആൻഡ് O. ആരാണ് ABO ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്? അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ? ലാൻസ്റ്റീനറാണ് ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന വേരിയസ് ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. ഓക്കെ, അപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പ്, അതായത് 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ 4 ബ്ലഡ് ഗ്രൂപ്പിനെയും സാധാരണയായിട്ട് എത്ര അലീല ഉണ്ടാവുക? ഒരു 2 അലീല എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ടാവുക അല്ലേ? ടോൾ എന്ന ക്യാരക്ടറിന് ക്യാപിറ്റൽ T സ്മോൾ t അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ്. ABO ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കൺട്രോൾഡ് ബൈ ദ ജീൻ. ഏതാണ് ജീൻ? കൺട്രോൾഡ് ബൈ ദി ജീൻ. ആ ജീൻ്റെ പേരാണ് ഐജീൻ. എന്താ പറയുക? ഐജീൻ. ഓക്കെ, ഇപ്പോൾ ഐജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ABO ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? 3 ABO എന്നുള്ള ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതാണെന്ന് ചോദിച്ചാൽ I ബ്ലഡ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ടൈറ്റിൽ കോഡോമിനൻസ് ആണ്. എന്താണ് കോഡോമിനൻസിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ബോത്ത് ദ അലീൽസ് ഓഫ് എ ജീൻ ആർ എക്സ്പ്രസ്ഡ് ഇൻ എ ഹൈബ്രിഡ്. എന്താണ് അപ്പോൾ എന്താണ് കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ? കോഡോമിനൻസിൻ്റെ ഡെഫിനിഷൻ പറയാം. കോഡോമിനൻസ് ഈസ് എൻ ഇൻഹെറിറ്റൻസ്. എന്താണ്? കോഡോമിനൻസ് ഈസ് എൻ ഇൻഹെറിറ്റൻസ് വിച്ച് ഷോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ബോത്ത് ദ അലീൽസ് ഓഫ് എ ജീൻ ആർ എക്സ്പ്രസ്ഡ് ഇൻ എ ഹൈബ്രിഡ്. ഡെഫിനിഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഡെഫിനിഷൻ പറയുന്നത്? ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ്. എന്താണ് പ്രത്യേകത? പറഞ്ഞോളൂ, എന്താ കോഡോമിനൻസിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ്. ഡെഫിനിഷനാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ്. ഈ ഇൻഹെറിറ്റൻസിൻ്റെ പ്രത്യേകത എന്താണ്? നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് തന്നെയാണ്. ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് both the alleles are both the alleles ആരുടെയാണ് അലീൽസ് ആണ്? ഒരു ജീൻ്റെ അലീൽസ് അല്ലേ? both the alleles of a gene are എക്സ്പ്രസ്ഡ് ഇൻ എ ഹൈബ്രിഡ്. അപ്പോൾ ഫസ്റ്റ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ പറഞ്ഞത് എന്താണ്? 1 പാരൻ്റൽ ക്യാരക്ടർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ ദി അതർ അല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കിട്ടിയത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡിൽ ബോത്ത് ദ പാരൻ്റൽ ക്യാരക്ടേഴ്സ് ആർ ഈക്വലി എക്സ്പ്രസ്ഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു പാരൻ്റലിൻ്റെ ക്യാരക്ടറും നെക്സ്റ്റ് പാരൻ്റ്, നമുക്കൊരു ഫാദർ ആൻഡ് മദർ പാരൻ്റൽ ആൻഡ് മെറ്റേണൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? അവരുടെ ജീനിലെ അല്ലേ ഗ്യാമൈറ്റ് ഫോർമേഷൻ്റെ സമയത്ത് എന്താണ്? ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമൈറ്റ് ഫോർമേഷൻ. ഈ ഗ്യാമൈറ്റ്സുകൾ മേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള F1 ഹൈബ്രിഡിൽ 2 ഗ്യാമൈറ്റ്സും വരുമല്ലോ. ആ 2 ഗ്യാമൈറ്റ്സിൻ്റെയും ക്യാരക്ടേഴ്സ് ഈക്വലി എക്സ്പ്രസ്ഡ് ചെയ്യും ഉണ്ടാകുന്ന ഹൈബ്രിഡിൽ അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സിൽ. ഇതാണ് കോഡോമിനൻസ്, ഒരുമിച്ചുള്ള ഡോമിനൻസ്. 2 ക്യാരക്ടേഴ്സും ഒരുപോലെ ഹൈബ്രിഡിൽ അല്ലെങ്കിൽ ഓസ്പ്രിങ്സിൽ, ഹൈബ്രിഡ് ഓർ ഓസ്പ്രിങ്സിൽ എക്സ്പ്രസ് ചെയ്യും എന്നാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻ പറയാം. കോഡോമിനൻസ് എക്സാമ്പിൾ ABO ബ്ലഡ് ഗ്രൂപ്പ്. ഫസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ പറയും. ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ബോത്ത് ദ അലീൽസ് ഓഫ് എ ജീൻ ആർ എക്സ്പ്രസ്ഡ് ഇൻ എ ഹൈബ്രിഡ് എന്നും പറയും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ആരാണ് ABO ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്? കാൾ ലാൻസ്റ്റീനർ ആണ്. ഓക്കെ, അപ്പോൾ കാൾ ലാൻസ്റ്റീനർ ഡിസ്കവേർഡ് ABO ബ്ലഡ് ഗ്രൂപ്പ്. 4 ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, ഈ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഐജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി
ഐ ജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ, അല്ലെങ്കിൽ ABO ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കൺട്രോൾഡ് ബൈ ദി ഐ ജീൻ. ഓക്കെ, ഇനി ഐ ജീൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ഡെഫിനിഷൻ എഴുതി, ഇത് സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് എഴുതി. ഓക്കെ, തേർഡ് പോയിന്റ് നമ്മൾ എഴുതാൻ പോവുകയാണ്. എന്താണ് തേർഡ് പോയിന്റ്? അതായത് ഈ ഐ ജീൻ്റെ ഫങ്ഷൻ എന്താണ് എന്നാണ് നമ്മൾ എഴുതണം. ഓക്കെ, ഐ ജീൻ എന്ന് പറയുന്നത് കൺട്രോൾസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഐ ജീൻ കൺട്രോൾസ് ദ പ്രൊഡക്ഷൻ ഓഫ്, എന്തിൻ്റെ പ്രൊഡക്ഷനാണ്? പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ പോളിമേഴ്സ്. എന്താണ് ഷുഗർ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ? ഷുഗർ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റിജൻസ്. ഓക്കെ, ആൻറ്റിജൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് O ബ്ലഡ് ഗ്രൂപ്പ്, ആൻറ്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് AB ബ്ലഡ് ഗ്രൂപ്പ് എന്നൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ. അപ്പോൾ ഈ ഐജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ പോളിമേഴ്സ് ഓർ ആൻറ്റിജൻ. ഈ ആൻറ്റിജൻ ഓർ ഷുഗർ പോളിമേഴ്സ് എവിടെ നിന്നാണ് അത് ഉണ്ടാകുന്നത്? ദാറ്റ് പ്രൊട്രൂഡ് എന്ന് പറഞ്ഞാൽ തുളച്ച് പുറത്തേക്ക് വരുന്നു അല്ലേ? പ്രൊട്രൂഡ് ഫ്രം, എവിടെ നിന്നാണ് പ്രൊട്രൂഡ് ചെയ്യുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് RBC, റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, അപ്പോൾ എന്താണ്? ദ ABO ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കൺട്രോൾഡ് ബൈ ദ ജീൻ ഐ ജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ പോളിമേഴ്സ് ദാറ്റ് ഈസ് പ്രൊട്രൂഡ് ഫ്രം ദി, എവിടെ നിന്നാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് റെഡ് ബ്ലഡ് സെൽ. ഓക്കെ, അപ്പോൾ ഇനി ഈ ഫിഗർ ഒന്ന് നോക്കുക കേട്ടോ. ഈ ഫിഗർ ഒന്ന് നോക്കുക. ഇതാണ് നമ്മുടെ RBC. RBCൻ്റെ ഷേപ്പ് എന്താണ്? എല്ലാവർക്കും അറിയാം, നോർമൽ RBCൻ്റെ ഷേപ്പാണ് ബൈകോൺകേവ് ഷേപ്പ് അല്ലേ? നോക്കുക, ബൈകോൺകേവ് ഷേപ്പാണ് RBCയുടെ ഷേപ്പ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ പോവാണ്. A ബ്ലഡ് ഗ്രൂപ്പിൽ പ്രത്യേകത, എ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ RBCൻ്റെ പ്ലാസ്മ മെമ്പറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഷുഗർ പോളിമറാണ് അല്ലെങ്കിൽ ആൻറ്റിജനാണ് ഈ റൗണ്ട് ഷേപ്പിലുള്ളത്. ഓക്കെ, B ബ്ലഡ് ഉള്ളവരുടെ RBCൻ്റെ പ്ലാസ്മ മെമ്പറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൻറ്റിജനാണ് ഈ ഷേപ്പുള്ള ആൻറ്റിജൻ. ഇതിനെ പറയും ഷുഗർ പോളിമറാണ് ഈ ഷേപ്പുള്ള ആൻറ്റിജൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ B ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുടെ പ്രത്യേകതയാണ്, AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുടെ RBCയുടെ സർഫസിൽ പ്ലാസ്മ മെമ്പറിൻ്റെ ഉള്ളിൽ നിന്ന് 2 ടൈപ്പുള്ള ആൻറ്റിജൻ ഓർ ഷുഗർ പോളിമർ പ്രൊട്രൂഡ് ഔട്ട്സൈഡ് ദീസ്. ഓക്കെ, ഏതൊക്കെയാണ്? ഇതും. ഓക്കെ, പക്ഷേ O ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, there is no antigen or sugar polymer on the surface of RBC. RBC have no antigen അല്ലേ? RBCയുടെ സർഫസിൽ, അതായത് അതിൻ്റെ പ്ലാസ്മ മെമ്പറിൻ്റെ ഉള്ളിൽ നിന്ന് A ഗ്രൂപ്പിലുള്ളതോ B ടൈപ്പിലുള്ളതോ ആയിട്ടുള്ള ഷുഗർ പോളിമേഴ്സ് പ്രൊട്രൂഡ് ചെയ്ത് അവർ പുറത്തേക്ക് വരുന്നില്ല അല്ലേ? അപ്പോൾ RBC ഡസ് നോട്ട് കണ്ടെയ്ൻ ഷുഗർ പോളിമർ A and B or antigen A and B on its surface. So it is known as the blood group without ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുഗർ പോളിമറാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, AB ബ്ലഡ് ഗ്രൂപ്പിന് ആണ് ഇവിടെ കോഡോമിനൻസ് എന്ന് പറയുന്ന നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ഷോ ചെയ്യുന്നത്. എങ്ങനെയാണത്? ബോത്ത് ദ അലീൽസ് അല്ലേ? A എന്ന് പറയുന്നത് A ബ്ലഡ് ഗ്രൂപ്പുള്ളവരിലാണ്, B എന്ന് പറയുന്നത് B ബ്ലഡ് ഗ്രൂപ്പുള്ളവരുടെ RBCൻ്റെ സർഫസിൽ കാണപ്പെടുന്ന എന്താണ്? ഷുഗർ പോളിമർ ആൻറ്റിജനാണ്. അപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പ് B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു പാരൻറ്റിൽ നിന്നുണ്ടാകുന്ന ഓസ്പ്രിങ്സ് എന്ന് പറയുന്നത് ഷോസ് എന്താണ്? ബോത്ത് ദ ക്യാരക്ടേഴ്സ് ഓഫ് അല്ലേ? 2 അലീൽസും. ഏതൊക്കെയാണ്? A എന്ന് പറയുന്ന അലീലും B എന്ന് പറയുന്ന അലീലും ഓക്കെ ഈക്വലി എക്സ്പ്രസ്ഡ് ഇൻ ദ AB ബ്ലഡ് ഗ്രൂപ്പ്. ഇതുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? ബോത്ത് അലീൽസ് ഓഫ് എ ജീൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഹൈബ്രിഡ് അല്ലേ? അതിനെയാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോഡോമിനൻസ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ബോത്ത് അലീൽസ് ഓഫ് എ ജീൻ അല്ലേ? ആരുടെയാണ് അലീൽസ്? ജീൻ്റെ അല്ലേ? ബോത്ത് അലീൽസ് ഓഫ് എ ജീൻ ആർ എക്സ്പ്രസ്ഡ് ഇൻ എ ഹൈബ്രിഡ് ഓർ ഓസ്പ്രിങ്സ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പറയും? ഐ ജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ പോളിമേഴ്സ് ദാറ്റ് ഈസ് പ്രൊട്രൂഡ് ഔട്ട് ഫ്രം ദി പ്ലാസ്മ മെമ്പറിൻ ഓഫ് RBC ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഐ ജീനിന്
ഐ ജീൻ്റെ പ്രത്യേകതയാണ് ഐ ജീൻ ഹാസ് 3 അലിൽ. സാധാരണ എല്ലാ ജീൻസിനും ഞാൻ പറഞ്ഞു ടോൾ എന്ന് പറയുന്ന നമ്മുടെ പീ പ്ലാന്റിൻ്റെ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ജീൻസാണ് ക്യാപിറ്റൽ ടി 2 അലിൽ അല്ലേ. ക്യാപിറ്റൽ ടി സ്മോൾ ടി 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 2 അലിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാണ് ക്യാപിറ്റൽ ടി ആൻഡ് ടി. ഹിയർ ഐ ജീൻ ഹാസ് 3 അലീൽസ് ഏതൊക്കെയാണ് ക്യാപിറ്റൽ ഐ എ, ക്യാപിറ്റൽ ഐ ബി ആൻഡ് സ്മോൾ ഐ. ഓക്കെ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഐ എ പ്രൊഡ്യൂസസ് ദിസ് ടൈപ്പ് ഓഫ് ഷുഗർ പോളിമേഴ്സ്, ഐ ബി പ്രൊഡ്യൂസസ് ഐ ബി എന്ന് പറഞ്ഞ ജീൻ പ്രൊഡ്യൂസേഴ്സ് ദിസ് ടൈപ്പ് ഓഫ് ഷുഗർ പോളിമർ. ക്ലിയർ ആയല്ലോ, നമ്മൾ ആ ഫിഗറിൽ കണ്ടു അല്ലേ. അപ്പോൾ ഐ എ ആൻഡ് ഐ ബി പ്രൊഡ്യൂസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫോം ഓഫ് ഷുഗർ. അപ്പോൾ എന്താണ് ഐ ആൻഡ് ഐ ബിൻ്റെ പ്രത്യേകത? ഐ എ ആൻഡ് ഐ ബി produce a slightly different form of the sugar അല്ലേ. അപ്പോൾ ഐ എ ആൻഡ് ഐ ബി എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് കുറച്ച് ഡിഫറൻസ്, ഈക്വൽ അല്ല, കുറച്ച് ഡിഫറൻസ് ഫോം ഓഫ് ഷുഗർ പോളിമറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ അലീൽ ഐയോ മൂന്നാമത്തെ അലീലുണ്ട് അല്ലേ, ഐ എ ഉണ്ട് ഐ ബി. ഐ എ ടൈപ്പ് അലീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ദിസ് ടൈപ്പ്. പക്ഷെ ഐ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി അലീൽ അല്ലേ. അലീൽ ഐ, അപ്പോൾ ഇവിടുത്തെ പോയിൻ്റാണ് അലീൽ ഐ ഡസ് നോട്ട്, ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, അലീൽ ഐ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഷുഗർ. ക്ലിയർ ആയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഐ വരുന്നത് ഓ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ, ഓ ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ബ്ലഡ് ഗ്രൂപ്പുകളൊന്ന് നോക്കാം അല്ലേ. ബ്ലഡ് ഗ്രൂപ്പ് എ, ഇത് ബ്ലഡ് ഗ്രൂപ്പ് എഴുതാം. ഇതതിൻ്റെ ജീനോ ടൈപ്പാണ്. ഭയങ്കര ഓവറായില്ലേ. ഓക്കെ, ഇപ്പോൾ ഇത് വേണ്ട, നമുക്ക് വേറൊരു ലെറ്റർ എടുക്കാം. ഓക്കെ, ഏതാണ്? ഇതൊരു ഓക്കെ. അപ്പോൾ ഏതാണ്? ഒരു കോളത്തിൽ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് എഴുതാം, ബ്ലഡ് ഗ്രൂപ്പ്. നെക്സ്റ്റ് കോളത്തിൽ നമുക്ക് ജീനോ ടൈപ്പ് എഴുതാം, ജീനോ ടൈപ്പ്. ഓക്കെ, ഒരു ഫിഗർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം ഫിഗർ. ഓക്കെ, ജീനോ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് പറയുന്നത്. ബ്ലഡ് ഗ്രൂപ്പ് എ നോക്കുക. ബ്ലഡ് ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് 2 എണ്ണുണ്ട് അല്ലേ. ക്യാപിറ്റൽ എ 2 അലീൽസും ഒരുപോലെ വന്നാൽ ഹോമോസൈഗസ് ഡോമിനൻ്റ് അലീൽസ്, ഹെട്രോസൈഗസ് ഡോമിനൻ്റ് അല്ലേ, ഐ വന്നാൽ. ഐ ബി എങ്ങനെ എഴുതും? ഐ ബി ആൻഡ് ഹെട്രോസൈഗസ് കണ്ടീഷൻ ഐ. ഓക്കെ, അപ്പോൾ എ ബി ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഐ എ ആൻഡ് ഐ ബി ആൻഡ് ദിസ് ഈസ് എക്സാമ്പിൾ ഫോർ കോഡോമിനൻസ്. അപ്പോൾ എന്താണ് കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ബോത്ത് അലീൽസ് ഓഫ് എ ജീൻ ആർ എക്സ്പ്രസ്ഡ് ഇൻ എ ഹൈബ്രിഡ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ. ആൻഡ് ഓ ബ്ലഡ് ഗ്രൂപ്പ് ഡസ് നോട്ട് ഹാവ് എനി ആൻറ്റിജൻ ഓർ ഷുഗർ പോളിമർ. ക്ലിയർ ആയില്ലോ? ക്ലിയർ ആയി അല്ലേ? അപ്പോൾ ആൻറ്റിജൻ എ ബ്ലഡ് ഗ്രൂപ്പ് നോക്കാം. ഈ ബ്ലഡ് ഗ്രൂപ്പ് എ ബ്ലഡ് ഗ്രൂപ്പാണ്, അവരുടെ ആൻറ്റിജൻ എ ആണ്. അവരിലുള്ള ആൻറ്റിജൻ എ ആണെങ്കിൽ അവരുടെ ആൻറ്റിബോഡി ബി ആയിരിക്കും. ഓക്കെ, ഇനി ബ്ലഡ് ഗ്രൂപ്പ് ബി നോക്കാം. അവരുടെ ആൻറ്റിജൻ ഏതാണ്? ബ്ലഡ് ഗ്രൂപ്പ് ബി. ബ്ലഡ് ഗ്രൂപ്പ് ബിയിൽ ഏതായിരിക്കും ആൻറ്റിജൻ? ബി. ആൻറ്റിബോഡി ഏതായിരിക്കും? ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ ബി, ആൻറ്റിബോഡി എ. എ ബി ബ്ലഡ് ഗ്രൂപ്പിലോ ആൻറ്റിജൻ എ ആൻഡ് ബി ആൻഡ് ദർ ഇസ് നോ ആൻറ്റിബോഡി.
ഇൻ ബ്ലഡ് ഗ്രൂപ്പ് ഓയിലോ ആൻറ്റിജൻ ദർ ഇസ് നോ ആൻറ്റിജൻ, ആൻറ്റിബോഡി ഉണ്ട് അല്ലേ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മളിവിടെ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് if both the alleles of a gene is expressed in a hybrid or offsprings, that type of inheritance is known as non-Mendelian inheritance. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? അതിനുശേഷം നമ്മൾ അതിൻ്റെ അലീൽസ് പറയുക. ഐ ജീനാണ് ഇതിന് റെസ്പോൺസിബിൾ ആവുന്നത്. ഐ ജീന് 3 ഡിഫറെൻറ്റ് അലീൽസ് ആണുള്ളത്. ആ അലീൽസ് എ എന്ന് പറയുന്ന അലീൽ ആൻറ്റിജൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബി എന്ന് പറയുന്നത് ആൻറ്റിജൻ ബി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ എന്തുണ്ടായിരിക്കും? ബോത്ത് അലീൽസ് ആർ ഈക്വലി എക്സ്പ്രസ്ഡ് ആണ് അല്ലേ. ബോത്ത് അലീൽസ് ആർ ഈക്വലി എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ ഐ എയും ഉണ്ടാവും, ആൻറ്റിബോഡി ഐ ബിയും ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കൊരു കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അതായത് അലീൽ ഫ്രം പാരൻറ്റ് 1 ഐ എ ആണ്. അലീൽ ഫ്രം പാരൻറ്റ് 2 ഐ എ ആണെങ്കിൽ ജീനോ ടൈപ്പ് എന്തായിരിക്കും? ഓഫ് സ്പ്രിങ്സിൻ്റെ. ഓക്കെ, അപ്പോൾ നോക്കുക കേട്ടോ. നമുക്ക് എ ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദർ ആൻഡ് എ ബ്ലഡ് ഗ്രൂപ്പുള്ള മദർ. ഓക്കെ, പാരൻറ്റ്, ഫാദർ, മദർ. അപ്പോൾ നമുക്ക് അതിൻ്റെ അലീൽസ് എങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള 2 ഹോമോസൈഗസ് കണ്ടീഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ അലീൽ ഐ എ പാരൻറ്റ് 1. ഗ്യാമൈറ്റ്സ് എന്തായിരിക്കും? ഐ എ അല്ലേ. അപ്പോൾ ഓഫ് സ്പ്രിങ്സ് എന്തായിരിക്കും? ഐ എ. ഇതാണ് ഈ കണ്ടീഷനിൽ പറഞ്ഞു വെക്കുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? ഹെട്രോസൈഗസ് കണ്ടീഷനുള്ള എ ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, ഹെട്രോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ഐ എ സ്മോൾ ഐ ഇൻറ്റു അടുത്ത പാരൻറ്റ് ഓക്കെ ഐ എ. ഓക്കെ, ഇവിടെ സെക്കൻഡ് കണ്ടീഷനിൽ പറഞ്ഞേക്കുന്നത് ഓഫ് സ്പ്രിങ്സിൽ നിന്ന് ഐ എ, പാരൻ്റ് 1-ൽ നിന്ന് കിട്ടുന്ന ഗ്യാമേറ്റ്സ് ഐ എ മാത്രമാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന പാരൻ്റ് എന്ന് കിട്ടുന്നത് ഐ ആണ്. ഐ ആവണമെങ്കിൽ എന്തായിരിക്കണം? ഓ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കണം അല്ലേ. അപ്പോൾ നോക്കുക, ഇവിടെ രണ്ടാമത്തെ കണ്ടീഷനിൽ ഐ എ അലീൽ കിട്ടി. അപ്പോൾ ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്? ഹോമോസൈഗസ് കണ്ടീഷനിലുള്ള എ ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദറും ഓ ബ്ലഡ് ഗ്രൂപ്പുള്ള മദറും തമ്മിലാണ് ക്രോസ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ എ ബ്ലഡ് ഗ്രൂപ്പും. ഓക്കെ, അപ്പോൾ എന്താ കൊച്ചിൻ്റെ ഫീനോടൈപ്പ്? അലീൽ എന്തായിരിക്കും? ഐ എ ആയിരിക്കും. ഇവിടെ ഐ ആയിരിക്കും. അപ്പോൾ കൊച്ചാരായിരിക്കും? ഐ എ എന്ന് പറയുന്നത് ആരാണ്? എ ബ്ലഡ് ഗ്രൂപ്പ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അലീൽസ് ഫ്രം പാരൻ്റ് എന്ന് പറഞ്ഞാൽ ഐ ബി ആണ്. ഐ ബി കിട്ടണമെങ്കിൽ ഐ ബി ആയിരിക്കണം. അലീൽസ് ഫ്രം പാരൻ്റ് ടു പാരൻറ്റിൻ്റെ ജീനോടൈപ്പ് ഐ ബി ആയിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടി? ഗ്യാമേറ്റ്സ് ഒരാളിൽ നിന്ന് ഐ ബി കിട്ടി, ഒരാളിൽ നിന്ന് ഐ ബി കിട്ടി. അപ്പോൾ എന്തായി? ഐ ബി ബ്ലഡ് ഗ്രൂപ്പ്. ഇനി പാരൻറ്റ്, വൺ ഓഫ് ദി പാരൻറ്റ് ബി ബ്ലഡ് ഗ്രൂപ്പും വൺ ഓഫ് ദി പാരൻറ്റ് ഒ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് കിട്ടും? ഐ ബി എന്ന് പറയുന്ന അലീൽ എവിടെ നിന്ന് കിട്ടും? പാരൻറ്റിൽ നിന്ന് കിട്ടും. ഐ എന്ന് പറയുന്ന അലീൽ പറ്റേണൽ പാരൻറ്റിൽ നിന്ന് കിട്ടും, മറ്റേണൽ പാരൻറ്റിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഐ ഈക്വൽ ടു ബി ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, എങ്ങനെയാണ് ബി ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകുന്നതിന് ക്ലിയർ ആയില്ലേ? ഇനി എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവണമെങ്കിൽ ഐ എ ഉള്ള പാരൻറ്റും ഐ ബി എ ബ്ലഡ് ഗ്രൂപ്പും ബി ബ്ലഡ് ഗ്രൂപ്പും ഹോമോസൈഗസ് കണ്ടീഷനിൽ. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ അലീൽ ഐ എ, ഇവിടുന്ന് കിട്ടിയ അലീൽ. അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പ് ഹോമോസൈഗസ് കണ്ടീഷനിലുള്ളതും ബി ബ്ലഡ് ഗ്രൂപ്പ് ഹോമോസൈഗസ് കണ്ടീഷനിലുള്ള മദറും തമ്മിലാണ് മാരേജ് ചെയ്യുന്നതെങ്കിൽ ഗ്യാമേറ്റ്സ് ഐ എ വരും, ഐ ബി. ഇതിൽ ഈക്വലി ബോത്ത് അലീൽസ് ആർ ഈക്വലി എക്സ്പ്രസ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും കൊച്ചിൻ്റെ അല്ലേ. ഇതിന് നേരെ വൈസ് വേഴ്സ. ഇവിടെ ഫാദറിനായിരുന്നു, ഇവിടെ ഫാദറിന് ബി ബ്ലഡ് ഗ്രൂപ്പും മദറിന് എ ബ്ലഡ് ഗ്രൂപ്പ് ആയാലും എ ബി ബ്ലഡ് ഗ്രൂപ്പ് കിട്ടും. ഓക്കെ, ഇനി
O ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദർ, അത് അവിടെ ഏത് അലീല കിട്ടുക? I അലീൽ കിട്ടും. O ബ്ലഡ് ഗ്രൂപ്പുള്ള തന്നെ മദർ, അവിടെ നിന്ന് ഏത് അലീൽ കിട്ടും? I. അപ്പോൾ ഓഫ് സ്പ്രിങ്സിൽ I ആയിരിക്കും. അപ്പോൾ O ബ്ലഡ് ഗ്രൂപ്പ് ആവും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്, O ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദറും AB ബ്ലഡ് ഗ്രൂപ്പുള്ള മദറും തമ്മിൽ മാരേജ് ചെയ്താൽ ഓഫ് സ്പ്രിങ്സ് ജീനോടൈപ്പ് ആൻഡ് ഫിനോടൈപ്പ് ഓഫ് ദി ഓസ്പ്രിങ്സ് എന്തായിരിക്കും? അപ്പോൾ ഒരു ക്രോസ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏത് ക്രോസ് ആണെങ്കിലും നമുക്ക് സുഖമായിട്ട് ചെയ്യാം. കുറച്ച് എക്സാമ്പിൾ ചെയ്യാം അല്ലേ? എക്സാമ്പിൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫാദർ ഇൻറ്റു മദർ. ഓക്കെ, ഫാദർ ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള A ബ്ലഡ് ഗ്രൂപ്പുള്ള ആളും മദർ ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള ബിയും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഡൺ എ ക്രോസ് ബിറ്റ്വീൻ ഫാദർ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് A ഇൻ ഹെട്രോസൈഗസ് കണ്ടീഷൻ വിത്ത് മദർ ബ്ലഡ് ഗ്രൂപ്പ് B വിച്ച് ഇൻ ഹെട്രോസൈഗസ് കണ്ടീഷൻ. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഹെട്രോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ I എഴുതാൻ പറ്റില്ല. I ഇൻറ്റു IB അല്ലേ? അപ്പോൾ ഇതിലെ ഗ്യാമേറ്റ്സ് ഏതൊക്കെയായിരിക്കും? ഗ്യാമേറ്റ്സുകൾ നമുക്കറിയാം. ഇതാണ് പാരൻ്റൽ 1 അല്ലേ? ഗ്യാമേറ്റ്സ് ഏതൊക്കെയായിരിക്കും? IA ആൻഡ് I. ഇവിടുത്തെ ഗ്യാമേറ്റ്സ് ആണ് IB ഇൻറ്റു I. ഓക്കെ, ഇനി ക്രോസ് നടത്താം. ഇവരുടെ ഗ്യാമേറ്റ്സ്, ഈ പാരൻറ്റിൻ്റെ ഗ്യാമേറ്റ്സ് ആണ്. അപ്പോൾ ക്രോസ് നടത്തുമ്പോൾ ഓഫ് സ്പ്രിങ്സ് ആരൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്? IA IB, അതായത് AB ബ്ലഡ് ഗ്രൂപ്പ് ആവാൻ. ആൻഡ് IAI അല്ലേ? IAI A ബ്ലഡ് ഗ്രൂപ്പ് ആവാൻ. IBI B ബ്ലഡ് ഗ്രൂപ്പ് ആവാൻ. സ്മോൾ i O ബ്ലഡ് ഗ്രൂപ്പ് ആവാൻ. അപ്പോൾ ആരൊക്കെ തമ്മിൽ മാരേജ് ചെയ്യുമ്പോഴാണ്, ഏത് ബ്ലഡ് ഗ്രൂപ്പുള്ള പാരൻസ് തമ്മിൽ മാരേജ് ചെയ്യുമ്പോഴാണ് ഓ സ്പ്രിങ്സ് A ബ്ലഡ് ഗ്രൂപ്പ് ആവാനും B ബ്ലഡ് ഗ്രൂപ്പ് ആവാനോ AB ബ്ലഡ് ഗ്രൂപ്പ് ആവാനോ O ബ്ലഡ് ഗ്രൂപ്പ് ആവാനോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഗ്യാമറ്റ്സ് ചാൻസ് ഉള്ളത്? അത് ഒരേ ഒരു കണ്ടീഷനിൽ മാത്രമാണ്. ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള A ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദറും ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള B, വൈസ് ആയാലും കുഴപ്പമില്ല. ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള A ബ്ലഡ് ഗ്രൂപ്പുള്ള മദറും ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള A ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദറും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനൊരു ക്രോസ് ഉള്ളപ്പോഴാണ് എന്താണ് ഓഫ് സ്പ്രിങ്സ് കുട്ടികൾ 4 ബ്ലഡ് ഗ്രൂപ്പ് വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഈ ഒരു കണ്ടീഷനിൽ മാത്രം. ഏതാണ് കണ്ടീഷൻ? ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദറും അല്ലെങ്കിൽ മദർ, പാരൻസിൽ എന്ന് പറയുന്നത് ഹെട്രോസൈഗസ് A ഓർ ഹെട്രോസൈഗസ് B കണ്ടീഷനിലാണെങ്കിൽ ഓ സ്പ്രിങ്സ് A ആവാം B ആവാം. അതായത് A ബ്ലഡ് ഗ്രൂപ്പുള്ളും B ബ്ലഡ് ഗ്രൂപ്പും ഉള്ള ഒരു കപ്പിൾസിന് A ബ്ലഡ് ഗ്രൂപ്പുള്ള കൊച്ചാവാനും ചാൻസ് ഉണ്ട്, B ബ്ലഡ് ഗ്രൂപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്, AB ബ്ലഡ് ഗ്രൂപ്പ് ആവാനും ചാൻസ് ഉണ്ട് അല്ലേ? പക്ഷേ എങ്ങനെ O ബ്ലഡ് ഗ്രൂപ്പ് വന്നു? ഒരു ക്വസ്റ്റ്യൻ വരാം അല്ലേ? പറ്റേണിറ്റിയിൽ ഒരു എന്താ പറയുക സംശയം വരാം. അപ്പോൾ ചാൻസ് ഇല്ലേ? ഉണ്ട്. A ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്കും B ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്കും ഹോമോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ IA IB അങ്ങനെയുള്ള പാരൻ്റ് തമ്മിലുള്ള മീറ്റിങ്ങിലുണ്ടായ കൊച്ചിന് ആരാവാനാ ചാൻസ്? നമ്മൾ പറഞ്ഞു രണ്ടുപേരും A ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഇതിൽ ആരാണ്ടാവുക? രണ്ടുപേരും IA IB. അപ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടും? IA കിട്ടും, ഇവിടുന്ന് IB കിട്ടും. അപ്പോൾ കൊച്ച് AB ബ്ലഡ് ഗ്രൂപ്പ് ആവാൻ അല്ലേ? അപ്പോൾ ഒരു ഡൗട്ട് ഇവിടെ, അതായത് A ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു മെയിലും B ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു ഫീമെയിലും തമ്മിൽ മാരേജ് ചെയ്തപ്പോൾ അവരുടെ കൊച്ച് AB ബ്ലഡ് ഗ്രൂപ്പുള്ളതായിരുന്നു. പക്ഷേ വേറൊരു A ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദറും മദറും തമ്മിൽ, വേറൊരു A ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദറും B ബ്ലഡ് ഗ്രൂപ്പുള്ള മദറും തമ്മിൽ കല്യാണം കഴിച്ചു. അവരുടെ കൊച്ച് O ബ്ലഡ് ഗ്രൂപ്പായി. ചാൻസ് ഇല്ലേ? അവിടെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ കാരണം വരണ്ടോ? പറ്റേണിറ്റി ക്വസ്റ്റ്യൻ്റെ ഒരു പറ്റേണിറ്റി ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല അല്ലേ? അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്താണ്? ഈ ജെനറ്റിക്സ് പഠിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും ചാൻസ്? അവർക്ക് O ബ്ലഡ് ഗ്രൂപ്പ് വരാനുള്ള ചാൻസ്? എയും വന്നില്ല, ബിയും വന്നില്ല, ABയും വന്നില്ല, Oയാ വന്നേ. എങ്ങനെയാണ് ചാൻസ്? അവർ ഹോമോസൈഗസ് കണ്ടീഷനിലുള്ള അലീൽസ് ആയിരുന്നില്ലേ അവരുടെ എങ്ങനെയായിരുന്നു? IA ഹെട്രോസൈഗസ് I സ്മോൾ I IB സ്മോൾ I. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ ഏത് ബ്ലഡ് ഗ്രൂപ്പുള്ള ഓഫ് സ്പ്രിങ്സും ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്രോസ് ഒന്ന് നമുക്ക് നോക്കാം. അതായത് AB ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു ഫാദർ IA IB,
പിന്നെ O ബ്ലഡ് ഗ്രൂപ്പുള്ള മദർ. ഏത് ചോദിച്ചാലും നമുക്ക് എഴുതണം കേട്ടോ. നമുക്ക് ജീനോടൈപ്പ് എഴുതാൻ കിട്ടിയാൽ മതി. അപ്പോൾ AB ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദർ ആൻഡ് O ബ്ലഡ് ഗ്രൂപ്പുള്ള മദർ. ഇതിന് വേറെ ഫിനോടൈപ്പ് ഒന്നുമില്ല, ജീനോടൈപ്പ് ഒന്നുമില്ല. ഇത്രയും ഉള്ളൂ IIBക്കും IIക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഗ്യാമേറ്റ്സ്? ഇത് പാരൻ്റ് 1. ഗ്യാമേറ്റ്സ് ഏതൊക്കെയാണ്? IA IB അല്ലേ. ഇവിടെ ഒരേ ഒരു ഗ്യാമേറ്റ്സ് ഉള്ളൂ, I. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ കൊച്ചുങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. IA IB I. ആരാണത്? ആ കുട്ടികൾ ഏതൊക്കെയാണ്? അപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പും B ബ്ലഡ് ഗ്രൂപ്പും. വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, IA IB അല്ലേ. എങ്ങനെയാണെങ്കിൽ സോറി I ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ഗ്യാമറ്റ്സ് എഴുതിയില്ലേ, IAയും IBയും. ഇവിടെ അപ്പോൾ 2 എഴുതണ്ടേ? 2 എഴുതിക്കോളൂ. പക്ഷേ ക്രോസ് നമുക്ക് ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സ് ഈ പറഞ്ഞ Aയും Bയും മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കി നോക്കാം. IA IB IB അപ്പോൾ എന്താ ഉണ്ടായത്? അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? 2IA 2IB 1:1 റേഷ്യോ. 2:2 എന്ന് പറഞ്ഞാൽ 1:1 അല്ലേ. അപ്പോൾ അതാണ് ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നാൽ നമ്മൾ ഒരു ഗ്യാമേറ്റ്സ് മാത്രം എടുക്കാൻ കാരണം കേട്ടോ. അപ്പോൾ ഓഫ്സ്പ്രിങ്സ് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഏതൊക്കെ ഉണ്ടാവുള്ളൂ? A ബ്ലഡ് ഗ്രൂപ്പും B ബ്ലഡ് ഗ്രൂപ്പും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്രോസ് കൂടെ നടത്താം. AB ബ്ലഡ് ഗ്രൂപ്പുള്ള അത് നമ്മൾ ചെയ്തു അല്ലേ. അപ്പോൾ എത്ര ക്രോസ് ചെയ്തു? 3 ചെയ്തു, 2 ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വേറെ ഒന്ന് ചെയ്ത് നോക്കാം റാൻഡായിട്ട്. O ബ്ലഡ് ഗ്രൂപ്പുള്ള മദറും O ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദറും A ബ്ലഡ് ഗ്രൂപ്പുള്ള മദറും. ഈ A എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. I പിന്നെന്താ? IA ഹെട്രോസൈഗസ് കണ്ടീഷനിൽ നോക്കി നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഗ്യാമേറ്റ്സ് ഒന്നേ ഉള്ളൂ. ഇവിടെ IA ഉണ്ട്, I ഉണ്ട്. അപ്പോൾ നോക്കൂ, ഏതാ കൊച്ച്? നമുക്കറിയാം IA I. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ O ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾ A ബ്ലഡ് ഗ്രൂപ്പായിട്ട് മാരി ചെയ്താൽ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഏതാ? A ബ്ലഡ് ഗ്രൂപ്പും ഉണ്ടാവാം, O ബ്ലഡ് ഗ്രൂപ്പുള്ള കൊച്ചുണ്ടാവാം. ഓക്കെ, ഇന്ന് അടുത്തൊരു ക്രോസ് നടത്തി നോക്കൂ. O ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദറും ഹോമോസൈഗസ് കണ്ടീഷനിൽ ഉള്ള ആളും. ഓക്കെ, അപ്പോൾ ഇത് O എന്ന് പറയുമ്പോൾ IA എന്നാലും എങ്ങനെ ഉണ്ടാവുക? ഒരു ഗ്യാമേറ്റ്സേ ഉള്ളൂ, IA അല്ലേ. ഇവിടെ 2 ഗ്യാമേറ്റ്സ് ഉണ്ട്, I ഇവിടെ I എഴുതിയാൽ മതി. അപ്പോൾ നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. I അല്ലേ, I ഇൻറ്റു IIO I ഇൻറ്റു A സോറി ഇതൊന്ന് മായ്ച്ചിട്ട് ഒന്നുകൂടെ എഴുതാം, ക്ലിയർ അല്ല. എന്താ നമ്മൾ പറഞ്ഞ ക്രോസ്? 4ാമത്തെ ക്രോസ് നമ്മൾ എഴുതിയത് O ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദർ ആൻഡ് ഹോമോസൈഗസ് കണ്ടീഷനിൽ A ഗ്രൂപ്പുള്ള മദർ. അപ്പോൾ ഗ്യാമേറ്റ്സ് IA ആൻഡ് ഗ്യാമേറ്റ് IA. കൊച്ചാവാനും ചാൻസ് ഉണ്ട് IAI. അപ്പോൾ ഏതാണ് കൊച്ച്? A ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ക്രോസ് ചെയ്ത് നോക്കുക. O ബ്ലഡ് ഗ്രൂപ്പുള്ള മദറും AB ബ്ലഡ് ഗ്രൂപ്പുള്ള ചിരിക്കുമ്പോൾ അത് IAIB ചെയ്താൽ O ബ്ലഡ് ഗ്രൂപ്പുള്ള മദറും A ബ്ലഡ് ഗ്രൂപ്പ് അത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണെന്ന് പറയും. ഹോമോസൈഗസ് ആണെങ്കിൽ A ബ്ലഡ് ഗ്രൂപ്പുള്ള കൊച്ചേ ഉണ്ടാവുള്ളൂ. ഹെട്രോസൈഗസ് ആയിട്ടുള്ള IA ആണെങ്കിൽ A ബ്ലഡ് ഗ്രൂപ്പും O ബ്ലഡ് ഗ്രൂപ്പും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ I ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു ഫാദറും A ബ്ലഡ് ഗ്രൂപ്പ് ഹോമോസൈഗസ് ഉള്ള മദറും തമ്മിലുണ്ടായ A ബ്ലഡ് ഗ്രൂപ്പുള്ള കൊച്ചു മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ വേറൊരാൾക്ക് Aയും Oയും കൂടി തമ്മിൽ മീറ്റ് ചെയ്ത കൊച്ച് Aയും Oയും വരാൻ ചാൻസ് ഉണ്ടല്ലോ. ഇവിടുത്തെ A ഹോമോസൈഗസ് കണ്ടീഷനായിരുന്നു, ഇവിടുത്തെ A എന്ന് പറയുന്നത് ഹെട്രോസൈഗസ് കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഏത് ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചാലും നമുക്ക് എഴുതാൻ കിട്ടണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഹെട്രോസൈഗസ് കണ്ടീഷനിൽ B ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു ഫാദറും O ബ്ലഡ് ഗ്രൂപ്പുള്ള മദറും. ഓക്കെ, അപ്പോൾ ഗ്യാമീറ്റ്സ് ഏതൊക്കെയാവാം? IB ആവാം, I ആവാം. ഇവിടെ O ആണല്ലേ. O ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്തും? O ആവുമ്പോൾ നമ്മൾ I എഴുതും. ക്രോസ് നോക്കിക്കോളൂ, കൊച്ച് ഏതാവാൻ ചാൻസ് ഉണ്ട്? IB B ബ്ലഡ് ഗ്രൂപ്പ് പ്ലസ് I അല്ലേ. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഹെട്രോസൈഗസ് കണ്ടീഷനുള്ള B ആയിരുന്നു. ഹോമോസൈഗസ് കണ്ടീഷനുള്ള Bയും Oയും തമ്മിലാണെങ്കിൽ
ബി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ഹോമോസൈഗസ് കണ്ടീഷനിൽ നോക്കി നോക്കാം. ഐ ബി ആൻഡ് ഹോമോസൈഗസ് കണ്ടീഷനിലുള്ള ക്രോസ് നോക്കിക്കോളൂ. ഐ ബി ഇൻറ്റു ഐ ഗ്യാമേറ്റ്സ് ഐ അല്ലേ? അപ്പോൾ ആര് മാത്രമേ ആവുള്ളൂ? ഐ എന്ന് പറയുന്നത് ആരാണ്? ബി ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഹോമോസൈഗസ് കണ്ടീഷനിലുള്ള ബി ബ്ലഡ് ഗ്രൂപ്പുള്ള ആളും പിന്നെ ഒ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളും തമ്മിലാണെങ്കിൽ ബി ബ്ലഡ് ഗ്രൂപ്പ് ഓൺലി. ഹോമോസൈഗസ് കണ്ടീഷനിൽ എ ബ്ലഡ് ഗ്രൂപ്പുള്ള പാരൻറ്റും ഫാദറും ഹോമോസൈഗസ് ഒ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുമാണെങ്കിൽ 2 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവാം അല്ലേ? ഹോമോസൈഗസ് എ ആണെങ്കിൽ എ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവാം. ഹെട്രോസൈഗസ് എ കണ്ടീഷനിലുള്ളതാണെങ്കിൽ 1 ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ കൊച്ചിന്. ഏതായിരുന്നത്? എ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെ ഒരു ക്രോസ് ചെയ്യാൻ പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് ചെയ്യാം. ഓക്കെ, സിമ്പിളാണ് അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഏത് ക്രോസ് ചെയ്താലും നമ്മൾ എന്താ ഇതാന്ന് എങ്ങനെ നമുക്ക് അതിൻ്റെ ജീനോടൈപ്പ് ചെയ്തറിയണം. എ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഏതറിയണം? ഐ ബി ആൻഡ് അനദർ എ ബി ബ്ലഡ് ഗ്രൂപ്പുള്ളൊരു ആൾ. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഇവിടെ IA ഉണ്ട്, IB ഉണ്ട്, ഇവിടെ IA ഉണ്ട്, IB ഉണ്ട്, ഗ്യാമൈറ്റ്സ് അല്ലേ? അപ്പോൾ നമുക്ക് ക്രോസ് ഒന്ന് ചെയ്ത് നോക്കാം. IA എ ബ്ലഡ് ഗ്രൂപ്പ്, IB IB AB ബ്ലഡ് ഗ്രൂപ്പ്. ഇനി അടുത്തത് IA, ഇത് എ ആണ് കേട്ടോ. IA എ ബ്ലഡ് ഗ്രൂപ്പ്, IB AB ബ്ലഡ് ഗ്രൂപ്പ്. ഇനി അടുത്തത് IB തന്നെ IB AB ബ്ലഡ് ഗ്രൂപ്പ്. അടുത്തത് IB ഏത് ബ്ലഡ് ഗ്രൂപ്പാ? ബി ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ഏതൊക്കെ ഉണ്ടായി? എ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായി, AB ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായി, ബി ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായി? AB B. അപ്പോൾ 4 ചാൻസ് വരുന്നത് ഏതായിരുന്നു? നമ്മൾ ഒരെണ്ണം പഠിച്ചു അല്ലേ? 4 ബ്ലഡ് ഗ്രൂപ്പും വരാൻ ചാൻസ് ഉള്ളത് ആര് തമ്മിലുള്ള ക്രോസ് ആയിരുന്നു? 4 ബ്ലഡ് ഗ്രൂപ്പ് വരാൻ ചാൻസ് ഉള്ളത് ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള എ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളും ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള ബി ബ്ലഡ് ഗ്രൂപ്പുള്ള ആളും തമ്മിലുള്ള ക്രോസ് അല്ലേ? എന്താണ്? ഹെട്രോസൈഗസ് കണ്ടീഷനിലെ എ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളും ഹെട്രോസൈഗസ് കണ്ടീഷനിലെ അവർക്ക് എങ്ങനെ ഉണ്ടായിരിക്കും കൊച്ചുങ്ങൾ? AB O. ഇവർക്കോ AB ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളും അനദർ AB ബ്ലഡ് ഗ്രൂപ്പുള്ള ആളാണെങ്കിൽ 3 ബ്ലഡ് ഗ്രൂപ്പാണ്. ഓക്കെ, ഇനി ഹോമോസൈഗസ് കണ്ടീഷനുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ 4, ഇവിടെ 3 ഓഫ് സ്പ്രിങ്സ് 4 ഓഫ് സ്പ്രിങ്സ്. ഇനി 2 വരുന്ന കണ്ടീഷൻസ് നോക്കാം. ഓക്കെ, അതായത് ഹെട്രോസൈഗസ് കണ്ടീഷനിലെ എ ഗ്രൂപ്പുള്ള ആളും ഒ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളും തമ്മിൽ ക്രോസ് ചെയ്താൽ ആരൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്? I അല്ലേ? എ ബ്ലഡ് ഗ്രൂപ്പും IIയും, അതായത് എ ആൻഡ് ഒ. ഇനി ഹോമോസൈഗസ് കണ്ടീഷനിലുള്ള IAയും IIയും ആണെങ്കിൽ എ ഗ്രൂപ്പ് 2 ഉള്ളത് ഒന്നുകൂടെ ഉണ്ട്, അതുകൂടെ എഴുതിയിട്ടാവാം. ഇനി എന്താണ്? ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള ബി ബ്ലഡ് ഗ്രൂപ്പുള്ള ആളും ഒ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളും തമ്മിൽ മാരി ചെയ്താൽ IBI ആൻഡ് II, ദാറ്റ് ഈസ് AB ആൻഡ് O ഗ്രൂപ്പ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഇതാണ് 2 ബ്ലഡ് ഗ്രൂപ്പ് വരാനുള്ള ചാൻസ്, ഇത് 4 ബ്ലഡ് ഗ്രൂപ്പ് വരാനുള്ള ചാൻസ്, ഇത് 3. ഇനി 1 വരാനുള്ള ചാൻസ് ഏതാണ്? ഹോമോസൈഗസ് കണ്ടീഷനിൽ എ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളും ഒ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളും തമ്മിൽ കല്യാണം കഴിച്ചാൽ കൊച്ച് ആരായിട്ട് വരും? അത് നമ്മൾ ചെയ്ത് നോക്കിയതാണ്. ആര് മാത്രമേ വരുള്ളൂ? എ ബ്ലഡ് ഗ്രൂപ്പ് ഓൺലി. ഇനി അടുത്തത് 1 ബ്ലഡ് ഗ്രൂപ്പ് വരാനുള്ള ചാൻസ് ഉള്ളത് ഹോമോസൈഗസ് കണ്ടീഷനിലെ ബി ബ്ലഡ് ഗ്രൂപ്പും IIയും തമ്മിൽ മാരി ചെയ്താൽ കൊച്ച് B ഓൺലി. ക്ലിയർ ആയല്ലോ? അപ്പോൾ 4 ബ്ലഡ് ഗ്രൂപ്പും വരാൻ ചാൻസ് ഉള്ളത് ഹെട്രോസൈഗസ് കണ്ടീഷനിലെ എ ബ്ലഡ് ഗ്രൂപ്പും ഹെട്രോസൈഗസ് കണ്ടീഷനിലെ ബി ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദറും മദറും തമ്മിലുള്ള മീറ്റിംഗ്. ഓക്കെ, 3 ബ്ലഡ് ഗ്രൂപ്പ് വരാൻ ചാൻസ് ഉള്ളത് എന്താണ്? AB ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദറും AB ബ്ലഡ് ഗ്രൂപ്പുള്ള മദറും തമ്മിലുള്ള മീറ്റിംഗ്. ഓക്കെ, 2 ബ്ലഡ് ഗ്രൂപ്പ് വരാൻ ചാൻസ് ഉള്ളത് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ എ ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദറോ ഓർ മദറും ഒ ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദർ ഓർ മദറും തമ്മിലാവുമ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പും ഒ ബ്ലഡ് ഗ്രൂപ്പും വരാം. ഹെട്രോസൈഗസ് കണ്ടീഷനിലെ ബി ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദറോ മദറോ പിന്നെ ഒ ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദറോ മദറോ തമ്മിലുള്ള മീറ്റിങ്ങിൽ ബിയും ഒയും വരാം.
ഹോമോസൈഗസ് കണ്ടീഷണൽ ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദർ മദറോ അതായത് എ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളും ഒ ബ്ലഡ് ഗ്രൂപ്പുള്ള ക്രോസും നടന്നാൽ അവർ തമ്മിലുള്ള മീറ്റിംഗ് നടന്നാൽ കൊച്ച് എ മാത്രമേ ആവുള്ളൂ. ബി ബ്ലഡ് ഗ്രൂപ്പ് ഹോമോസൈഗസ് ബി കണ്ടീഷനിലുള്ള അലിലുള്ള ഫാദറും ഒ ബ്ലഡ് ഗ്രൂപ്പുള്ള മദറോ ഫാദറോ തമ്മിൽ മീറ്റ് നടന്നാൽ കൊച്ച് ബി മാത്രമേ ആവുള്ളൂ. ക്ലിയർ ആയല്ലോ? എല്ലാ ക്രോസും ഈ എല്ലാ കണ്ടീഷൻസ് വന്നാലും നമ്മൾക്ക് സിമ്പിളായിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ക്ലിയർ. അല്ല, നമ്മൾ പറഞ്ഞ ടോപ്പിക് ഏതായിരുന്നു? കോഡോമിനൻസ്. എന്താ കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ബോത്ത് അലീൽസ് ഓഫ് എ ജീൻ ആർ എക്സ്പ്രസ്ഡ് ഇൻ എ ഹൈബ്രിഡ്. ഇറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ബോത്ത് alleles of a gene are expressed in a hybrid. ഓക്കെ, ഇനി നമ്മൾ തേർഡ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിലേക്ക് പോവാണ്. നമ്മൾ കോഡോമിനൻസ് പഠിച്ചാൽ ഒരാൾക്ക് വൃത്തിയായിട്ട് സിമ്പിളായിട്ട് ഈസി ആയിട്ട് എന്താണ് മൾട്ടിപ്പിൾ അല്ലെലിസം എന്ന് പഠിക്കാൻ പറ്റും. ഇതിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ പറയുക, പക്ഷേ എക്സ്പ്ലനേഷൻ ഒന്ന് മാറ്റാമെന്ന് മാത്രം. ഓക്കെ, സെയിം കാര്യങ്ങൾ പറയുക, എക്സ്പ്ലനേഷൻ. അതായത് നമ്മളോട് ചോദിച്ചത് മൾട്ടിപ്പിൾ അല്ലെലിസം മാത്രമാണെങ്കിൽ നമ്മൾ ഇതെല്ലാം എഴുതണം. എന്താണ് എഴുതണം? എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കൺട്രോൾഡ് ബൈ ദി ജീൻ ഐ. And I gene is responsible for the synthesis of sugar polymers that is protrude from the plasma membrane of RBC. Okay, there are 3 type of allele, IA, IB and I. Okay, clear ആയല്ലോ? ഇനി ഈ normally one character is controlled by 2 allele. Multiple allelism is the condition in which one character is controlled by more than 2 allele. Correct അല്ലേ? ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അത് കൺട്രോൾ ചെയ്യുന്നത് 3 അലീലാണ്. ഏതൊക്കെയാണ്? IA, IB ആൻഡ് I. ദിസ് ഈസ് മൾട്ടിപ്പിൾ അല്ലെലിസം. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ ആ കോഡോമിനൻസ് എന്നുള്ള ടൈമിന് മാത്രം പകരം നമ്മളിവിടെ പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിനാണ്? ഷോക്കേസ് ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ അല്ലെലിസം എന്നുള്ള ആ പോയിന്റിനാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ അല്ലെലിസം? അപ്പോൾ എന്താ മൾട്ടിപ്പിൾ അല്ലെലിസം? മൾട്ടിപ്പിൾ അല്ലെലിസം ഈസ് കണ്ടീഷൻ ഓർ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് വൺ ക്യാരക്ടർ, ഏതാ ഇവിടുത്തെ വൺ ക്യാരക്ടർ? ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന വൺ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ മോർ ദാൻ 2 alleles. വെരി 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 സിമ്പിൾ. നമ്മൾ എ ബി ബ്ലഡ് ഗ്രൂപ്പ് കോഡോമിനൻസിൽ പറഞ്ഞ ഒരാൾക്ക് സിമ്പിളായിട്ട് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഏതൊക്കെയാണ് 3 അലീൽസ്? IB, IA ആൻഡ് I. അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ അല്ലെലിസം? മൾട്ടിപ്പിൾ അല്ലെലിസം ഈസ് ദ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് വൺ ക്യാരക്ടർ, ദാറ്റ് മീൻസ് ബ്ലഡ് ഗ്രൂപ്പ്, the character blood group is controlled by more than 2 alleles. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ABO ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, ഏതാ അതിൻ്റെ 3 അലീൽസ്? IA, IB ആൻഡ് I. ഓക്കെ, ഒരു വൺ ഇൻഡിവിജ്വൽ 2 അലീൽസേ ഉണ്ടാവുള്ളൂ അല്ലേ? 2 അലീൽസേ ഉണ്ടാവുള്ളൂ. അതായത് എ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളിൽ IA എന്ന് പറയുന്ന 2 അലീൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ IAI എന്ന് പറയുന്ന അലീൽസ് ഉണ്ടാവാം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ അല്ലെലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര എഴുതിയാൽ പോരാ, നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങൾ മൊത്തം എഴുതണം. നമ്മൾ ആദ്യം ഹെഡിങ് എന്താ? വൺ ക്യാരക്ടർ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കൺട്രോൾഡ് ബൈ മോർ ദാൻ 2 allele. One character is controlled by more than 2 alleles. That condition is known as, that type of inheritance is known as multiple allelism. Example, ABO blood group. ABO blood group is controlled by the gene I gene. I gene is responsible for the synthesis of sugar polymers that is protrude from the plasma membrane of RBC. Okay, blood group A has A type antigen or sugar polymer on the surface of RBC, and B blood group has a B type of antigen or sugar polymer on the which are slightly different, and O blood group have no RBC on its surface. Okay, clear ആയല്ലോ? അപ്പോൾ here the character blood group is controlled by more than 2 alleles, but a single individual only 2 alleles are present. That's all about multiple allelism. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മളുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. 2 more നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതേതാണ്? വളരെ സിമ്പിളാണ്. പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആൻഡ്
കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആൻഡ് പ്ലയോട്രോപിസം. എക്സാമ്പിൾ പോളിജെനിക് ഇൻഹെറിറ്റൻസിന് പറഞ്ഞത് സ്കിൻ കളർ ഇൻ മാനാണ്. അതിൻ്റെ ഒരു ക്രോസ് നമുക്ക് പഠിക്കാം. ട്രൈ ഹൈബ്രിഡ് ക്രോസ് എന്നുള്ള പേരിൽ. ടെക്സ്റ്റിലില്ല, പക്ഷേ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പ്ലയോട്രോപിസ് ആണ്. എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഷുഗർ സിന്തസിസ് ഇൻ പീ പ്ലാന്റ് ആണ്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ അവർ എക്സാമ്പിൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് സിക്കിൾ സെൽ അനീമിയ ആൻഡ് ഫിനൈൽകീറ്റോണൂറിയ. അതും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ രണ്ട് ടോപ്പിക്കുകളും ഈ രണ്ട് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 3 കാണാം. ഓക്കെ, പാർട്ട് 4 കാണാം. ഓക്കെ, ഇത്രയും പോർഷൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്